നമസ്കാരം. കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ വിപ്ലവകരമായ കുതിച്ചുചാട്ടമെന്ന് കൊട്ടിഘോഷിച്ച് അന്ന് പൂച്ചപെറ്റി കിടന്ന ഖജനാവാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഡെക്കറേഷനോടെ പ്രഖ്യാപിച്ചവർ ഇന്നിപ്പോൾ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് നാണം കെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. ഭരണത്തിൽ കയറിയാൽ മലമറിക്കുമെന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ചവരുടെ ആ കൊമ്പ് ഒടുവിൽ സർക്കാരിന്റെ പൊള്ളയായ സാമ്പത്തിക സ്ഥിതി മുന്നിൽ വന്നപ്പോൾ പൂർണ്ണമായി കുത്തിക്കീറിപ്പോയിരിക്കുകയാണ്. അണികൾക്ക് നൽകിയ വീരവാദങ്ങളും വലിയ പരസ്യ പ്രചാരണങ്ങൾക്ക് വേണ്ടി താനെ ഒഴുക്കിയ കോടികളും പുകഞ്ഞുയരുമ്പോൾ സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെയും അനാസ്ഥയുടെയും കനത്ത പ്രഹരമേറ്റ് ഈ ഭരണാധികാരികൾ കേവലം വീർപ്പുമുട്ടുകയാണ്. സ്വന്തം പിഴവുകൾ മറച്ചുവെക്കാൻ ന്യായീകരണ തൊഴിലാളികളെ ഇറക്കിവിട്ട് വിഫല ശ്രമം നടത്തുന്ന നാണം കെട്ട കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വിജയിക്കാമെന്ന മോഹം പൂർണ്ണമായി തകർന്നടിയുന്ന ദയനീയ അവസ്ഥയിലാണ് ഇന്ന് സംസ്ഥാന സർക്കാർ എത്തി നിൽക്കുന്നത്. ഇത് ജനങ്ങളോടുള്ള പരസ്യമായ വെല്ലുവിളിയല്ലാതെ മറ്റൊന്നുമല്ല. വലിയ വായിൽ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലെത്തിയ ശേഷം ഇപ്പോൾ സാധാരണക്കാരുടെ നെഞ്ചത്തടിക്കുന്ന കൊടും ക്രൂരതകളാണ് ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്കൂളുകൾക്ക് നൽകി വന്നിരുന്ന സൗജന്യ കെ-ഫോൺ ഇന്റർനെറ്റ് സേവനം ഒറ്റയടിക്ക് വെട്ടിച്ചുരുക്കിക്കൊണ്ടുള്ള പുതിയ ഉത്തരവ്. ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികൾക്ക് അറിവിന്റെ വിശാലമായ ലോകം തുറന്നുകൊടുക്കുമെന്ന് വീരവാദം മുഴക്കിയ സർക്കാരാണ് ഇന്ന് പണമില്ലെങ്കിൽ നെറ്റ് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് സ്കൂളുകൾക്ക് മുന്നിൽ നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ അത്ഭുതങ്ങൾ ഗ്രാമീണ മേഖലയിലടക്കമുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളിലേക്ക് കൃത്യമായി എത്തിക്കുമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവർ ഒടുവിൽ ഭരണത്തണലിൽ നട്ടാൽ മുളയ്ക്കാത്ത വലിയ നുണകളും അപ്രായോഗിക പദ്ധതികളും മാത്രം ബാക്കി വെച്ച് പിൻവാങ്ങുന്ന അങ്ങേയറ്റം നാണംകെട്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. സംസ്ഥാനത്തെ 6000 സർക്കാർ സ്കൂളുകളിലാണ് കെ-ഫോൺ വഴി ഇന്റർനെറ്റ് ലഭ്യമാക്കിയിരുന്നത്. എന്നാൽ ഇനി മുതൽ സൗജന്യ സേവനം നടക്കില്ലെന്നും കൃത്യമായി ബില്ലടയ്ക്കുന്ന സ്കൂളുകൾക്ക് മാത്രം നെറ്റ് കൊടുത്താൽ മതിയെന്നുമാണ് കെ-ഫോൺ മാനേജ്മെന്റ് ഇപ്പോൾ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. സ്കൂളുകൾക്ക് മാത്രമല്ല, ഒരു സർക്കാർ ഓഫീസിലും ഇനി മുതൽ സൗജന്യ സേവനം നൽകില്ലെന്ന അടിയന്തര ഇമെയിൽ നിർദ്ദേശമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തെ പോലും പണത്തിന്റെ അളവുകോൽ വെച്ച് അളക്കുന്ന നിർദ്ദയമായ സമീപനമാണിത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയെന്ന് വലിയ ശബ്ദത്തിൽ അവകാശപ്പെടുന്നവർ തന്നെയാണ് ഇന്നിപ്പോൾ ഒരു സാധാരണ കണക്ഷന്റെ ബില്ലടയ്ക്കാൻ പോലും പണമില്ലാതെ വലിയ പ്രതിസന്ധിയിൽ വലയുന്നത്. ജനങ്ങളെ ഇത്രത്തോളം വഞ്ചിച്ച മറ്റൊരു ഭരണകൂടം കേരള ചരിത്രത്തിൽ ഇനിയുണ്ടാകില്ല. ഇന്റർനെറ്റ് ആവശ്യമുണ്ടെങ്കിൽ സ്കൂളുകൾ അത് മുൻകൂട്ടി അറിയിക്കണമെന്നും അതിനുള്ള തുക തനത് ഫണ്ടിൽ നിന്നോ PTA ഫണ്ടിൽ നിന്നോ കണ്ടെത്തണമെന്നുമാണ് ഇവരുടെ പുതിയ കൽപ്പന. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളെ ഹൈടെക് ആക്കുമെന്ന് പ്രഖ്യാപിച്ചവരുടെ യഥാർത്ഥ മുഖമാണ് ഇതിലൂടെ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. 2018 വലിയ കൊട്ടിഘോഷങ്ങളോടെ തുടക്കം കുറിച്ച പദ്ധതിയുടെ ഇപ്പോഴത്തെ ഈ ദയനീയ അവസ്ഥ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഉത്തമ ഉദാഹരണമായി മാറി. സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് സ്കൂൾ നടത്തേണ്ട ഗതികേടിലേക്ക് പാവപ്പെട്ട PTA-കളെയും അധ്യാപകരെയും തള്ളിയിടുന്ന ഈ രീതി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പൂർണ്ണമായി തകർക്കാനുള്ള ഗൂഢശ്രമങ്ങളുടെ ഭാഗമാണോ എന്ന് സംശയരഹിതമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണം വെറും ഒരു പരസ്യവാചകം മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു. ഇന്റർനെറ്റ് ജനങ്ങളുടെ അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമെന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ പരസ്യങ്ങൾ നൽകി നടന്നിരുന്നവരാണ് ഇന്ന് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ അതേ പദ്ധതിയുടെ കഴുത്തുഞെരിക്കുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകുമെന്നും സ്കൂളുകളും ആശുപത്രികളും IT പാർക്കുകളും ഡിജിറ്റലായി ബന്ധിപ്പിക്കുമെന്നും പറഞ്ഞതൊക്കെ വെറും വാചകമടി മാത്രമായിരുന്നുവെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യമായി. പദ്ധതി പൂർണ്ണ സജ്ജമാകും മുൻപ് തന്നെ സ്കൂളുകൾക്കുള്ള സൗജന്യ കണക്ഷൻ വിച്ഛേദിക്കാനുള്ള ഈ തീരുമാനം കേരളത്തിലെ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ തോണ്ടുന്നതാണ്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി പ്രതിപക്ഷ സംഘടനകളും രക്ഷിതാക്കളും രംഗത്തിറങ്ങുമെന്നുറപ്പാണ്. തെരഞ്ഞെടുപ്പ് പരസ്യങ്ങളിലും ഫ്ലെക്സ് ബോർഡുകളിലും മാത്രം തിളങ്ങി നിന്ന കേരള മോഡൽ വെറും മായാജാലമായിരുന്നുവെന്ന് ഇപ്പോഴത്തെ സാമ്പത്തിക കണക്കുകൾ തന്നെ തെളിവ് സഹിതം തുറന്നു കാട്ടുന്നു. ഇതിനിടയിലാണ് മുൻ മന്ത്രിയും LDF നേതാവുമായ KN ബാലഗോപാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞ് ന്യായീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. LDFന്റെ തന്നെ ഭാഗമായിരുന്ന ഇവർ ഭരണക്കട്ടിലിൽ ഇരുന്നു കൊണ്ട് സ്വന്തം മുന്നണിയുടെ കെടുകാര്യസ്ഥത മറച്ചുവെക്കാൻ വേണ്ടി പരസ്പരം പഴിചാരി ജനങ്ങളെ കബളിപ്പിക്കുന്ന കളി ഒടുവിൽ സ്വന്തം മുഖത്ത് കരിതേക്കുന്നതായി മാറി.
ഭരണപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് തന്ത്രപരമായി ഒളിച്ചോടാനും സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും ഇവർ നടത്തുന്ന സകല ശ്രമങ്ങളും ഇനിയൊരിക്കലും ജനങ്ങൾക്ക് മുന്നിൽ വില പോവില്ല. ഭരണത്തിലെത്തി ജനങ്ങൾക്ക് നൽകിയ വലിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെ ഓരോ ദിവസവും നിസ്സാര ഒഴികഴിവുകൾ പറയുന്നത് ജനപ്രതിനിധികൾക്ക് ചേർന്നതല്ലെന്ന് ഇവർ എന്ന് തിരിച്ചറിയാനാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ വിനോദം എത്ര കാലം തുടരാൻ കഴിയും? UDF സർക്കാരിന്റെ ധവളപത്രത്തിലെ വാദങ്ങളെല്ലാം അക്കൗണ്ടന്റ് ജനറലിന്റെ പുതിയ റിപ്പോർട്ട് വന്നതോടെ പൂർണ്ണമായി പൊളിഞ്ഞുപോയെന്നാണ് ബാലഗോപാൽ അവകാശപ്പെടുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ റവന്യൂ വരുമാനത്തിൽ മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇത് LDF സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കുള്ള അംഗീകാരമാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വിചിത്രവാദം. ഖജനാവിൽ കാശില്ലാതെ വലയുമ്പോഴും വലിയ കണക്കുകൾ വക്രീകരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിജയം അവകാശപ്പെടുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തരം താണ രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. എന്നാൽ ഈ കണക്കുകളിലെ കപടതയും പൊള്ളത്തരവും കൃത്യമായി തിരിച്ചറിയാൻ മാത്രം ഉയർന്ന വിവേകവും ചിന്താശേഷിയും ഇന്നത്തെ പൊതുസമൂഹത്തിനുണ്ട് എന്ന് ഇക്കൂട്ടർ ഒരിക്കലും മറക്കരുത്. സ്വന്തം വീഴ്ചകൾ മറ്റുള്ളവരുടെ മേൽ കെട്ടിവെക്കുന്നതിൽ ഇവർ കാണിക്കുന്ന മിടുക്ക് പ്രശംസനീയം തന്നെ. തെറ്റായ കണക്കുകൾ അവതരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നൊക്കെ പറയുമ്പോൾ ഭരിച്ച പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കുന്ന ഈ വിരലടയാള രാഷ്ട്രീയ നാടകം കണ്ട് ജനം ഇന്ന് പൊട്ടിച്ചിരിക്കുന്നു. തങ്ങൾ തന്നെ നാടൊട്ടുക്കും വരുത്തിവെച്ച സാമ്പത്തിക പാപ്പരത്വവും പൊള്ളയായ വാഗ്ദാനങ്ങളും പരസ്പരം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനും തെറ്റുകൾ പരസ്പരം പഴിചാരി തടിയൂരാനും ഇവർ നടത്തുന്ന ഈ കോപ്രായങ്ങൾ കാണുമ്പോൾ കേരളം ഇവർക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പരിഹാസ്യരായി മാറുകയാണ്. അബദ്ധങ്ങൾ എടുത്തു പറഞ്ഞ് പരസ്പരം ചെളിവാരിയെറിയുന്ന ഈ ദയനീയ കാഴ്ചയാണ് രാഷ്ട്രീയ കേരളത്തിൽ ഇന്ന് കാണാൻ കഴിയുന്നത്. സ്വന്തം അധികാരം നിലനിർത്താൻ ഏത് അതിരുകടന്ന നാടകവും അഭിനയിക്കാൻ മടിക്കാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വമായി ഇവർ കേവലം തരം താണിരിക്കുന്നു. സ്കൂളുകൾക്ക് നൽകേണ്ട അടിസ്ഥാന സൗജന്യങ്ങൾ പോലും വെട്ടിച്ചുരുക്കി പണമില്ലെങ്കിൽ ഇന്റർനെറ്റ് കട്ട് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സർക്കാരാണ് സാമ്പത്തിക വളർച്ചയെക്കുറിച്ചും വലിയ വികസനത്തെക്കുറിച്ചും വീരവാദങ്ങൾ മുഴക്കുന്നത് എന്നോർക്കണം. നാടിന്റെ യഥാർത്ഥ വികസനത്തിനായോ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവിക്കായോ വിനിയോഗിക്കാൻ പണമില്ലാത്ത സർക്കാർ സ്വന്തം ദൂർത്തിനും ആഡംബരങ്ങൾക്കും വേണ്ടി മാത്രം യാതൊരു കുറവും വരുത്തുന്നില്ല. ഡിജിറ്റൽ ക്ലാസ് മുറികളും ഹൈടെക് പഠന രീതികളും വെറും പാഠപുസ്തകങ്ങളിലും പ്രസംഗങ്ങളിലും മാത്രം ഒതുക്കി നിർത്തി വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുന്ന ഈ ജനവിരുദ്ധ സമീപനത്തിനെതിരെ കേരളത്തിലെ ജനങ്ങൾ ശക്തമായ പ്രതികരണങ്ങളുമായി മുന്നോട്ട് വരുമെന്നുറപ്പാണ്. വലിയ അവകാശവാദങ്ങളോടെ തുടങ്ങി ഒടുവിൽ പണമില്ലാതെ ശ്വാസം മുട്ടുന്ന K-ഫോൺ പദ്ധതി സർക്കാരിന്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിമറിഞ്ഞു. സർക്കാരിന്റെ ഈ വ്യക്തമായ ഇരട്ടത്താപ്പ് ഇന്ന് സാക്ഷര കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. പൊതുഖജനാവ് ദൂർത്തടിച്ച് മുടിച്ചതിനു ശേഷം ഇപ്പോൾ സാധാരണക്കാരായ മനുഷ്യരുടെ ചുമലിൽ കനത്ത ഭാരം കെട്ടിവെക്കുന്ന ഈ ഭരണകൂടത്തിന്റെ കപടമുഖം ഓരോ ദിവസവും കൂടുതൽ വ്യക്തമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. വികസനത്തിന്റെ പേരിൽ കോടികൾ കൊള്ളയടിച്ച ശേഷം ഇന്ന് സ്കൂളുകൾക്കുള്ള ചെറിയൊരു ആനുകൂല്യം പോലും പിൻവലിക്കുന്നത് എന്ത് ന്യായം പറഞ്ഞായാലും ജനങ്ങൾ ഇത് പൊറുക്കില്ല, തീർച്ച. സാധാരണക്കാരന്റെ പേരിൽ എന്ന് മുതലക്കണ്ണീർ ഒഴുക്കുന്നവരുടെ യഥാർത്ഥ മുഖം ഇനിയെങ്കിലും തിരിച്ചറിയാൻ കേരള സമൂഹം ഒന്നടങ്കം തയ്യാറാകണം. ഇല്ലെങ്കിൽ നാളെ പൊതുവിദ്യാലയങ്ങൾ മാത്രമല്ല സൗജന്യ ചികിത്സ നൽകുന്ന അടിയന്തര ആശുപത്രികളും മറ്റ് ജനസേവന സ്ഥാപനങ്ങളും പൂട്ടിയിടേണ്ടി വരുമെന്ന ദയനീയ അവസ്ഥയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട നാട് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന രാഷ്ട്രീയ വിശകലനവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.